സാബി അലൻസോയുടെ അണ്ടറിലുള്ള റയൽ മാഡ്രിഡിൻ്റെ ഫസ്റ്റ് മാച്ച് അൽ ഹിലാലിനെതിരെയായിരുന്നു. അവർക്ക് അവരുടെ ആ ഒരു ഗ്രൂപ്പിലെ ഏറ്റവും ടോപ്പ് മാച്ചായിരുന്നു ആ ഒരു മാച്ച്. ഈ ഒരു മാച്ചിൽ ഫസ്റ്റ് മാച്ചിൽ തന്നെ ഞാൻ സാബി അലൻസോയെ ജഡ്ജ് ചെയ്യില്ല. പക്ഷേ എന്നാലും അദ്ദേഹം എടുത്ത ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനിലെടുത്ത അദ്ദേഹത്തിൻ്റെ പല ഡിസിഷൻസും ഭയങ്കര മോശം ഡിസിഷൻസ് ആയിപ്പോയി. കാരണം അവസാനം എന്താ പറയുക, എല്ലാ പെനാൽറ്റി ടേക്കേഴ്സിനെയും അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിനീഷ്യസ് ജൂനിയറിനെ എടുത്തു, ബെല്ലിംഗാമിനെ എടുത്തു, റോഡ്രിഗോനെ എടുത്തു. ഏതെങ്കിലും ഒരാളെ വെക്കണമായിരുന്നു. കാരണം ലാസ്റ്റ് ആ ഒരു പെനാൽറ്റി ഫെഡെ വാൽവർദെ എടുത്ത ആ ഒരു പെനാൽറ്റി അത് പ്രോപ്പറായിട്ട് എടുക്കാനൊരു പെനാൽറ്റി ടേക്കർ ആ ഒരു ഗ്രൗണ്ടിലില്ലായിരുന്നു. അതുകൊണ്ടാണ് അത് ഫെഡെ വാൽവർദെ എടുത്തത്. ഫെഡെ വാൽവർദെ എടുത്തു, നമ്മളത് കണ്ടു. ഈസി ആയിട്ട് ബോണോ അത് സേവ് ചെയ്ത് കളഞ്ഞു. റയൽ മാഡ്രിഡിന് വിജയിക്കാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നത്. 1-1 ഉള്ളൊരു സ്കോറിനാണ് അൽ ഹിലാലിനേറ്റ് ഈ ഒരു മാച്ച് ഡ്രോ ആയത്. ഇത് ക്ലബ്ബ് വേൾഡ് കപ്പ് ആയതുകൊണ്ട് എല്ലാ ടീമിനും ഒരു മാച്ച് വീതമുള്ളൂ. ഓക്കെ, ആകെ 3 മാച്ചുള്ളൂ, അതിലൊരു മാച്ച് ഡ്രോ ആയി. ഓരോ മാച്ചിനും അതിൻ്റേതായുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അൽ ഹിലാലാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് റയൽ മാഡ്രിഡ് ആണ് എന്നുള്ളൊരു ബോധമില്ല. അവർ കംപ്ലീറ്റ്ലി ഷോക്ക് ചെയ്തു റയൽ മാഡ്രിഡിനെ. എന്താ പറയുക, റയൽ മാഡ്രിഡാണ് ഓപ്പോസിറ്റ് ഉള്ളത് എന്നുള്ളൊരു ബോധമൊന്നും അൽ ഹിലാലിനില്ല. ഓക്കെ, അവർ വളരെ കൂളായിട്ട് മറ്റേ തിക്കിത്താക്കയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വളരെ പ്രോപ്പറായിട്ട് പാസ് ചെയ്ത് 1 ടച്ച് പാസ്സൊക്കെ ചെയ്ത് വളരെ കൂളായിട്ട് കളിക്കുമായിരുന്നു അൽ ഹിലാൽ. എന്താ പറയുക, അൽ ഹിലാലിൻ്റെ ഒരു മെൻറ്റാലിറ്റി തന്നെ ഡിഫറൻ്റ് ആയിരുന്നു. അവന്മാർ എന്താ പറയുക, സൗദി പ്രോ ലീഗിലെ റയൽ മാഡ്രിഡ് ആണെന്ന് പറയുന്ന ഒരു ടീമാണ് ഈ ഒരു അൽ ഹിലാൽ. അവന്മാരെന്തായാലും റയൽ മാഡ്രിഡിനെ കംപ്ലീറ്റ്ലി ഷോക്ക്ഡ് ആക്കിയിട്ടുണ്ട്. ഈ രണ്ട് ടീമിൻ്റെയും പുതിയ കോച്ചിൻ്റെ ഫസ്റ്റ് മാച്ചാണ്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം സാബി അലൻസോയുടെ ഫസ്റ്റ് മാച്ചാണ് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ. അപ്പുറത്ത് സിമിയോൺ ഇൻസാഗിയുടെ അണ്ടറിലുള്ള ഫസ്റ്റ് മാച്ചാണ്. സിമിയോൺ ഇൻസാഗിനെ മറ്റേ UCL ഫൈനലൊക്കെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ അറിയും. ആ ഒരു UCL ഫൈനലിൽ ഇന്റർ മിലാനെ കോച്ച് ചെയ്ത കോച്ചാണ് ഈ ഒരു സിമിയോൺ ഇൻസാഗി. അദ്ദേഹം ഇപ്പോൾ അൽ ഹിലാലിന് വേണ്ടി സൈൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മാച്ചാണ് ക്ലബ്ബ് വേൾഡ് കപ്പിലെ. അപ്പോൾ എന്താ പറയുക, ഇവരുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് മാച്ചാണ്. അതിൻ്റേതായുള്ളൊരു പോരാട്ടം ഉണ്ടായിരുന്നു. 1-1 ഉള്ളൊരു സ്കോറിന് മാച്ച് അവസാനിച്ചു. എന്താ പറയുക, തുടക്കം തന്നെ അൽ ഹിലാൽ ഈ ഒരു മാച്ചിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം തന്നെ അൽ ഹിലാൽ വളരെ, ഞാൻ പറഞ്ഞില്ല, വളരെ പ്രോപ്പറായിട്ട് പാസ് ചെയ്ത് വളരെ കൂളായിട്ടാണ് കളിക്കുന്നത്. റയൽ മാഡ്രിഡിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എന്താ പറയുക, 1 ടച്ച് പാസ് ചെയ്ത് റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസിനെ പെട്ടെന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവ്സൊക്കെ ഉണ്ടായിരുന്നു അൽ ഹിലാലിൻ്റെ ഭാഗത്തു നിന്നും. ആദ്യം റെനൽ ലോദി ഒരു ഗോൾ സ്കോർ ചെയ്തു ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ അത് ഓഫ് സൈഡായിട്ട് മാറി. നല്ലൊരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു അത്. പക്ഷേ അത് ഓഫ് സൈഡായിട്ട് മാറി. പിന്നെ റയൽ മാഡ്രിഡിൽ നിന്നും എടുത്തു പറയേണ്ട ഒരു പേര് ഗോൺസാലോ ഗാർസിയ. അതായത് കിലിയൻ എംബാപ്പയ്ക്ക് പണിയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ മാച്ചിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ പകരം ഇറക്കിയൊരു പ്ലെയറാണ് ഈ ഒരു ഗോൺസാലോ ഗാർസിയ. റയൽ മാഡ്രിഡിൻ്റെ തന്നെ അവരുടെ തന്നെ എന്താണ് ഒരു യങ് പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹം വളരെ എന്താ പറയുക, വളരെ നീറ്റായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. വളരെ കുറച്ച് ടച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്താ പറയുക, ആ ഒരു ടച്ചൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ്ഫുള്ളാണ്. ഗോൺസാലോ ഗാർസിയും ട്രെൻറ്റ് അലക്സാണ്ടർ അർണോൾഡും പിന്നെ അതുപോലെ ഡീൻ ഹ്യൂസൺ, ഇവർ 3 പേരും കഴിഞ്ഞ മാച്ചിൽ ഫസ്റ്റ് ലെവലിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ 3 പേരും പുതുതായിട്ട് വന്നതായതുകൊണ്ട്, അല്ല ഗോൺസാലോ ഗാർസിയ പുതുതായിട്ടല്ല, ഡീൻ ഹ്യൂസണും ട്രെൻറ്റ് അലക്സാണ്ടർ അർണോൾഡും പുതുതായിട്ട് വന്നതായതുകൊണ്ട് അവരെ ഫസ്റ്റ് ലെവലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരും, ഡീൻ ഹ്യൂസൺ വളരെ കൂളായിട്ട് അദ്ദേഹം ഡിഫൻസിൽ കളിക്കുന്നുണ്ടായിരുന്നു. ട്രെൻറ്റ് അലക്സാണ്ടർ അർണോൾഡ് കുറച്ചും കൂടിയും ഒന്ന് അഡാപ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കുറച്ച് മിസ് പാസുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഗോൺസാലോ ഗാർസിയയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇട്ട ആ ഒരു ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്ത ആ ഒരു ഗോൾ തന്നെ നോക്കിയാൽ മതി. റയൽ മാഡ്രിഡിൻ്റെ ബോക്സിൽ നിന്നും കൊണ്ടുവന്നൊരു ബോളാണത്. അദ്ദേഹം അത് നേരെ വിനീഷ്യസ് ജൂനിയറിന് കൊടുക്കുന്നു. വിനീഷ്യസ് ജൂനിയർ ബെല്ലിംഗാമിന് കൊടുക്കുന്നു. ബെല്ലിംഗാമിൽ നിന്നും റോഡ്രിഗോക്ക് കൊടുക്കുന്നു. റോഡ്രിഗോൻ്റെ ഒരു അളന്ന് കുറിച്ചൊരു പാസ് ടു ഗോൺസാലോ ഗാർസിയ. അത് കൂലിബാലിൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു ആ ഒരു ബോൾ പോയത്. ആ ഒരു ബോളിൽ, ആ ഒരു അറ്റാക്കിൽ ഗോൺസാലോ ഗാർസിയൻ്റെ റണ്ണാണ്. റയൽ മാഡ്രിഡിൻ്റെ ബോക്സിൽ നിന്നും റൺ ചെയ്ത് ഗോൺസാലോ ഗാർസിയ അപ്പുറത്ത് പോയിട്ട് റോഡ്രിഗോൻ്റെ പാസ് അദ്ദേഹം ടേക്കൺ ചെയ്ത് അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അതാണ് ഗോൺസാലോ ഗാർസിയൻ്റെ ഒരു, അദ്ദേഹം ആ ഒരു കളിയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹം തന്നെയാണ് ഈ ഒരു മാച്ചിലെ പ്ലെയർ ഓഫ് ദ മാച്ചും ഗോൺസാലോ ഗാർസിയ. ആ ഒരു ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ ഫസ്റ്റ് റയൽ മാഡ്രിഡ് ഗോൾ സ്കോർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് റൗൾ അസെൻസിയോടെ ഒരു ചൈൽഡിഷ് മിസ്റ്റേക്കിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ബോൾ പോകുന്നു. അദ്ദേഹം മറ്റേ അൽ ഹിലാലിൻ്റെ പ്ലെയറിനെ ഫൗൾ ചെയ്തു. അൽ ഹിലാലിന് ഒരു പെനാൽറ്റി കിട്ടി. പോർച്ചുഗലിൻ്റെ റൂബൻ നെവസ് ആ ഒരു പെനാൽറ്റി ടേക്ക് ചെയ്തു. അദ്ദേഹം വളരെ കൂളായിട്ട് തിബോ കോർട്ടുവനെ ബീറ്റൻ ചെയ്തു. അദ്ദേഹം ആ ഒരു ഗോൾ സ്കോർ ചെയ്തു. 1-1 ഒരു സ്കോറായിട്ട് മാറ്റി. ഹാഫ് ടൈമിൻ്റെ മുന്നേ തന്നെ 1-1 ഒരു സ്കോറായിട്ട് മാറി. പിന്നെ ഹാഫ് ടൈം കഴിഞ്ഞ് പിന്നെ റയൽ മാഡ്രിഡ് സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ റയൽ മാഡ്രിഡ് നല്ലൊരു അറ്റാക്ക് വരാൻ തുടങ്ങി. ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് മൊമെൻ്റ് ഉണ്ടായിരുന്നു. വിനീഷ്യസ് ജൂനിയറിൻ്റെ ആ ഒരു സൈഡിലൂടെയുള്ള ഒരു അറ്റാക്ക്. അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം ആ ഒരു ബോൾ കൊണ്ടുവന്നു നേരെ ആർദ്രെ ഗൂളറിന് കൊടുത്തു. ആർദ്രെ ഗൂളർ ഷോട്ട് അടിച്ചു, പക്ഷേ പോസ്റ്റുമ തട്ടിപ്പോയി. പിന്നെയും വിനീഷ്യസ് ജൂനിയറിന് ആ ഒരു ബോൾ കിട്ടി. അദ്ദേഹം ഒരു ഹൈ ബോൾ കൊടുത്തു, ഗോൺസാലോ ഗാർസിയ കിട്ടി. അത് പക്ഷേ ബോണോ സേവ് ചെയ്ത് കളഞ്ഞു. അങ്ങനത്തെ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് മൊമെൻ്റ് ഒരു അറ്റാക്കായിരുന്നു. അത് ഒരു കിടിലൻ അറ്റാക്കായിരുന്നു.
ഭയങ്കര രസമായിരുന്നു. അത് റയൽ മാഡ്രിഡിനെ വന്ന് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അൽ ഹിലാൽ അവരും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. നല്ല നല്ല അറ്റാക്കുകളായിരുന്നു സെക്കൻഡ് ഹാഫിൽ. രണ്ട് ഹാഫിലും ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒരു ബാലൻസ്ഡ് അറ്റാക്ക് ആയിരുന്നു. അങ്ങനെ റയൽ മാഡ്രിഡ് ആയതുകൊണ്ട് തന്നെ അൽ ഹിലാൽ അങ്ങനെ അത്ര മോശം കളി, അവർ പിടിച്ചിട്ട കളി അങ്ങനെയൊന്നുമല്ല. രണ്ട് ടീമും ബാലൻസ്ഡ് ആയിട്ടുള്ള അറ്റാക്ക് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സാബി അലൻസോയുടെ പല സബ്സ്റ്റിറ്റ്യൂഷനോടും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം റോഡ്രിഗോനെ വലിച്ചു, നല്ല ഫോമിൽ കളിക്കുന്ന റോഡ്രിഗോനെ പിൻവലിച്ചു. വിനീഷ്യസ് ജൂനിയർ ഓക്കെ, അത് വിനീഷ്യസ് ജൂനിയർ പല ആറ്റിറ്റ്യൂഡും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ബെല്ലിംഗാം ഒരു സമയത്ത് ബോൾ പാസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് വിനീഷ്യസ് ജൂനിയറെ കാണാമല്ലോ, അദ്ദേഹം ബാക്കിൽ വളരെ കൂളായിട്ട് നടന്നു വരിക. ഓക്കെ, ചില സമയത്ത്. പക്ഷേ പിന്നെ വിനീഷ്യസ് ജൂനിയറിൻ്റെ ക്ലാസ് നമുക്കറിയാം, അദ്ദേഹം ഒരു ക്ലാസ് പ്ലെയറാണ്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില സമയത്തുള്ള ആറ്റിറ്റ്യൂഡ് ഗ്രൗണ്ടിൽ ചില സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ റോഡ്രിഗോനെ പിൻവലിച്ചു, ബെല്ലിംഗാമിനെ പിൻവലിച്ചു. ഏതെങ്കിലും റോഡ്രിഗോനെ അറ്റ്ലീസ്റ്റ് അവിടെ വെക്കണമായിരുന്നു. കാരണം അദ്ദേഹം നല്ല രീതി ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കുറേ അറ്റാക്കുകൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഫ്രാങ്ക് ഗാർസിയനെ ഫൗൾ വെച്ചതിന്, അൽ ഹിലാലിൻ്റെ ബോക്സിൽ നിന്ന് ഫൗൾ വെച്ചതിന് റയൽ മാഡ്രിഡിന് ഒരു പെനാൽറ്റി കിട്ടി. ഓക്കെ, ഫൈനലി ഇവന്മാർക്ക് പെനാൽറ്റി ടേക്കാൻ ഒരാളില്ല. അവരുടെ ഫസ്റ്റ് പെനാൽറ്റി ടേക്കർ എംബാപ്പയാണ്, അദ്ദേഹം ഒന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ വിനീഷ്യസ് ജൂനിയറാണ് എടുക്കാറ്, പിന്നെ ബെല്ലിംഗാമാണ് എടുക്കാറ്, പിന്നെ എടുക്കാറുള്ളത് റോഡ്രിഗോ ആണ്. ഇവർ 4 പേരും ഗ്രൗണ്ടിലില്ല. അവസാനം എടുത്തത് ഫെഡെ വാൽവർദെയാണ്. ഫെഡെ വാൽവർദെ ആ ഒരു പെനാൽറ്റി എടുത്തു. പക്ഷേ അദ്ദേഹത്തിന് അത് ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. 1-1 സ്കോറിന് 90+ എക്സ്ട്രാ ടൈമിലാണ് അവർക്ക് ആ ഒരു പെനാൽറ്റി കിട്ടിയത്. ആ ഒരു ഗോൾ സ്കോർ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു മാച്ച് വിജയിക്കാമായിരുന്നു. കാരണം ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഓരോ മാച്ചിൻ്റെ വിജയത്തിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഓരോ ടീമിനെതിരെയും ഓരോ മാച്ച് വീതമുള്ളൂ. ആകെ 4 ടീമേ ഉള്ളൂ. അങ്ങനെ ടോട്ടൽ 3 മാച്ച് ഒരു ഗ്രൂപ്പിലുള്ളൂ. അങ്ങനെ ടോപ്പ് 2 ടീംസിനെ റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ആ ഒരു പെനാൽറ്റി കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത് ഭയങ്കര ഒരു തിരിച്ചടിയായി മാറി. അങ്ങനെ മാച്ച് അവസാനിച്ചു. അവർക്ക് ഇനി അടുത്ത മാച്ച് ഏതോ ഒരു പാച്ചുഗെ, ഒരു മെക്സിക്കൻ ടീമിനായിട്ടാണ് അവർക്ക് മാച്ചുള്ളത്. ഗ്രൂപ്പ് എച്ച് ആണ് അവരുടെ. റെഡ് ബുൾ സാൽസ്ബർഗും പാച്ചുഗയും പിന്നെ അതുപോലെ തന്നെ റയൽ മാഡ്രിഡും അൽ ഹിലാലും. അവരുടെ ഏറ്റവും ടോപ്പ് മാച്ചായിരുന്നു ഈ ഒരു റയൽ മാഡ്രിഡ് വേഴ്സസ് അൽ ഹിലാൽ മാച്ച്. ആ ഒരു മാച്ചിൽ 1-1 സ്കോറായിട്ട് മാറി. ഇനി നെക്സ്റ്റ് പാച്ചുക, അത് കഴിഞ്ഞ് റെഡ് ബുൾ സാൽസ്ബർഗിന്, അത് റയൽ മാഡ്രിഡിന് മാച്ചുള്ളത്. പിന്നെ അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് വെച്ച് റെഡ് ബുൾ സാൽസ്ബർഗ് പാച്ചുകിനായിട്ട് 2-1 സ്കോറിന് വിജയിച്ചു. അവരാണ് ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ. പിന്നെ റയൽ മാഡ്രിഡ്, പിന്നെ അൽ ഹിലാൽ, പിന്നെയാണ് പാച്ചുകയുള്ളത്. അങ്ങനെ ഈ ഒരു ഗ്രൂപ്പ് എച്ചിൻ്റെ അവസ്ഥ ഏതാണ്. പിന്നെ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കും അതുപോലെ മാച്ച് ഉണ്ടായിരുന്നു. അവർ 2-0 എന്നുള്ളൊരു സ്കോറിന് ആ ഒരു മാച്ച് വിജയിച്ചു. പിന്നെ യുവൻറ്റസിലും ആ ഒരു സെയിം ഗ്രൂപ്പിൽ മാച്ച് ഉണ്ടായിരുന്നു. അവർ 5-0 എന്നുള്ളൊരു സ്കോറിന് ആ ഒരു മാച്ച് വിജയിച്ചു. ഗ്രൂപ്പ് എച്ചിൽ ഏറ്റവും ടോപ്പിലുള്ളത് ഇപ്പോൾ യുവൻറ്റസ്, പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി, പിന്നെ ഏതോ 2 ടീം. ഒന്ന് അൽ എയിനാണ്, സൗദി പ്രോ ലീഗിൻ്റെ. പിന്നെ വേറെ ഏതൊരു ടീം, കറക്റ്റ് പേര് എനിക്കറിയില്ല. മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് പരാജയപ്പെട്ട ആ ഒരു ടീം. ആ ഒരു ഗ്രൂപ്പിൽ എന്തായാലും സിറ്റിയും യുവൻറ്റസും ക്വാളിഫൈ ചെയ്യും റൗണ്ട് ഓഫ് 16. നമ്മുടെ ഈ ഒരു റയൽ മാഡ്രിഡിൻ്റെ ഈ ഒരു ഗ്രൂപ്പിൽ റയൽ മാഡ്രിഡും പിന്നെ അതുപോലെ തന്നെ അൽ ഹിലാലും ക്വാളിഫൈ ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. ഇനി സാൽസ്ബർഗും അൽ ഹിലാലും തമ്മിലുള്ള ഒരു മാച്ച് നമുക്ക് തീരുമാനിക്കാം ആരായിരിക്കും ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച്.